ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഡോക്ടർ, ഞങ്ങള് ഒന്ന് അകത്തേറി കണ്ടോട്ടെ? അതിനെന്താ, കണ്ടോളൂ. പക്ഷെ അധികം സംസാരിപ്പിക്കരുത്. ആ ഇല്ല ഡോക്ടർ. സന്ദീപേ വാ. അതെ, നിക്ക്. അവരവനെ ജാമ്യത്തിലെടുത്ത് വിദേശത്തേക്ക് രക്ഷപ്പെടുത്താൻ പോവാ. അണ്ണാ, എങ്കിൽ അവരുടെ വീട്ടുകാരെ മുഴുവൻ പെട്രോൾ വെച്ച് കത്തിക്കുവാണ്. അവൻ രക്ഷപ്പെട്ടിട്ട് അവന്റെ വീട്ടുകാരെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് എന്ത് കാര്യം? കിട്ടേണ്ടത് അവനെയാ. അതിലൊരു കോംപ്രമൈസും ഇല്ല. എന്റെ ലക്ഷ്മി ഇല്ലാതാക്കിയവനെ എന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് തീർക്കണം. അണ്ണാ, എന്നാ അവനെ പൊക്കുന്ന കാര്യം നമ്മളെ ഏറ്റണ്ണ. ഇനിയുള്ള കാര്യങ്ങൾ ചെങ്കൽ മധു നോക്കിക്കോളും. സച്ചിക്കും അർച്ചനയ്ക്കും അവന്റെ പൊടി പോലും കിട്ടില്ല. എവിടെ പോയി? സാധാരണ ഈ സമയത്ത് ഇവിടെ പത്രം വായിച്ചിരിക്കുന്ന ആളാണോ? ഇനി എഴുന്നേറ്റില്ലേ? അർച്ചന, എന്തു പറ്റി? അർച്ചന, അർച്ചനേട്ടത്തിന്റെ സൗണ്ട് ആണല്ലോ കേട്ടത്. അതെ, വാ. അയ്യോ അച്ഛാ, 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 എഴുന്നേക്ക്. എന്താ പറ്റി? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. പെട്ടെന്ന് പിടിക്കേ, പെട്ടെന്ന്. സിസ്റ്ററെ, ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഹലോ സന്ദീപേ, അച്ഛൻ. അച്ഛനെന്ത് പറ്റി? അച്ഛൻ പെട്ടെന്ന് ബോധം കിട്ടി വീണു. അവിടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് വേഗം ചെല്ലോ. സിസ്റ്റർ, നന്ദേട്ടൊന്ന് നോക്കിക്കോണേ, ഞാനിപ്പോ വരാം. എന്തു പറ്റി? ഞങ്ങളുടെ അച്ഛന് സുഖമില്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊന്ന് കാഷ്വാലിറ്റിയിലോട്ട് പോയിട്ട് വരാം. അധികം താമസിക്കരുത്. ഇല്ല, പെട്ടെന്ന് വരാം.
ചേട്ടാ. ഡോക്ടർ അച്ഛനെങ്ങനുണ്ട്? സമയത്ത് എത്തിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. സ്ട്രോക്കിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. കുറച്ച് സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു സൈഡ് പാരലൈസ്ഡ് ആയിരുന്നു. ഈശ്വരാ, ഡോക്ടർ ഞങ്ങള് ഒന്ന് അകത്തേറി കണ്ടോട്ടെ? അതിനെന്താ, കണ്ടോളൂ. പക്ഷെ അധികം സംസാരിപ്പിക്കരുത്. ആ ഇല്ല ഡോക്ടർ. സന്ദീപേ വാ. അതെ നിക്ക്, അവര് കണ്ടിട്ട് വരട്ടെ. കഴിഞ്ഞ കുറച്ച് നാളുകളായി അച്ഛൻ വലിയ ടെൻഷനിലായിരുന്നു. ശരിക്കു പറഞ്ഞ സ്നേഹയുടെ പ്രഗ്നൻസി പോയത് മുതൽ അച്ഛനതൊന്നും താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നന്ദേട്ടന്റെ കാര്യം സംഭവിച്ചതെല്ലാം കൂടി ചേർത്ത് വായിച്ചപ്പോ അച്ഛന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയം തോന്നി. എന്ത് സംശയം? ആ, നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ദോഷമുണ്ടോന്നാ അച്ഛന് സംശയം തോന്നിയത്. എന്നിട്ട് എന്നെയും കൂട്ടി അച്ഛന് പരിചയമുള്ളൊരു ജോത്സ്യനെ കാണാൻ പോയി. അവിടെ ചെന്ന് ജോത്സ്യം പറഞ്ഞത് കേട്ടപ്പോ അച്ഛൻ ശരിക്കും ഞെട്ടിപ്പോയി. ജോത്സൻ എന്താ പറഞ്ഞ? നമ്മുടെ വീട്ടിൽ സംഭവിച്ച ഈ അപകടങ്ങളെല്ലാം വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തിന്റെ ആരംഭമാണെന്നാ ആ ജോത്സ്യം പറഞ്ഞത്. പൂർവികന്മാരെല്ലാരും കൂടി ചുട്ടുകൊന്ന ഏതോ ഒരു ദുരാത്മാവ് വീണ്ടും നമ്മുടെ തറവാട്ടിൽ പുനർജനിക്കാൻ പോകുന്നു. ആ ദുരാത്മാവാണ് നിന്റെ വയറ്റിൽ നിന്ന് വന്ന് പിറക്കാൻ പോകുന്ന ഈ കുഞ്ഞ്. ആ ടെൻഷൻ എല്ലാം കൂടി ഉള്ളിക്കൊണ്ട് നടന്നിട്ടാ അച്ഛൻ ഈ സ്ട്രോക്ക് വന്നത്. ഇപ്പൊ നീ അച്ഛനെ കാണാൻ അങ്ങോട്ട് പോവാതിരിക്കുന്നതാ നല്ലത്. നിന്നെ കണ്ടാലേ അച്ഛന് ചിലപ്പോ വീണ്ടും സ്ട്രോക്ക് വരും. ആ അതോടെ ചിലപ്പോ ആളങ്ങ് തട്ടിപ്പോയിന്ന് വരും. ജോത്സ്യം പിന്നെ ഒന്നുകൂടി പറഞ്ഞു, നിന്റെ വയറ്റിലെ അസുരവിത്ത് ഈ ഭൂമിയിൽ ജനിക്കാൻ പാടില്ല.